ഹായ്, ഞാൻ ഐശ്വര്യ. ഞാൻ പെരിന്തൽമണ്ണയിൽ നിന്നാണ് വരുന്നത്. സൈലത്തിൻ്റെ ഈ ഒരു കോഴ്സ് ഉണ്ടെന്ന് ഞാൻ ശരിക്കും ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ട് ഞാൻ അറിയുന്നത് തന്നെ. അപ്പോൾ ഇങ്ങനെ 15 ഡേയ്സിൻ്റെ ക്ലാസ് ആണെന്നൊക്കെ പറഞ്ഞു. ഞാനൊരു സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഒരു കോൺഫിഡൻസ് ഇല്ലാണ്ട് എക്സാം എഴുതാൻ പോയിരുന്ന ഒരാൾ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും. പിന്നെ സൈലത്തിൽ ഇവിടെ വന്നു, ഇവിടുത്തെ ക്ലാസ് ഒക്കെ അടിപൊളി ക്ലാസ്സാണ്. മെയിനായിട്ട് പറയാനുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ടഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് ലോ ആണ്. അപ്പോൾ ആ ലോൻ്റെ ക്ലാസ്സും പോലും അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് നമുക്കൊന്നും എങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതും എങ്ങനെ പഠിക്കണം എന്നുള്ളതും അബൂബക്കർ സാർ ഒന്നും പറയാനില്ല, അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലാസ് നമുക്ക് എന്താ പറയുക, എക്സാം ഇപ്പം തന്നെ ഒരു 50% 80% അടുത്തൊക്കെ നമ്മളിങ്ങനെ കവർ ചെയ്ത് വരുന്ന പോലെ ഈ 3 ഡേയ്സും കൊണ്ട് എല്ലാം ഓൾമോസ്റ്റ് ഒരു 300 ക്വസ്റ്റ്യൻസ് ഈ സാറിൻ്റെ ഹാൻഡ് ബുക്ക് ആണെങ്കിലും സാറിൻ്റെ ക്വസ്റ്റ്യൻസ് സാറ് ഞങ്ങൾക്ക് ചെയ്ത സാറിൻ്റെ എഫേർട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. അതേപോലെ തന്നെയാണ് അക്കൗണ്ട്സ് ഷബാബ് സാറ് 3 ദിവസം കൊണ്ട് അടിപൊളിയായിട്ട് അക്കൗണ്ട്സ് ഒക്കെ എടുത്തു. മാക്സിമം സാറ് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ കൊണ്ട് വർക്കൗട്ട് ചെയ്തിച്ചു. കുറേ ക്വസ്റ്റ്യൻസ് അക്കൗണ്ട്സ് ഒക്കെ എന്താ പറയുക, നമുക്ക് അറിയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ടാണ് ഫസ്റ്റ് ടൈം തന്നെ കേൾക്കുന്നതെന്ന് തോന്നിപ്പോവും ചില സമയത്ത്. അക്കൗണ്ട്സ് ഒക്കെ ബേസ് ആയാലും എല്ലാം അടിപൊളിയായിട്ട് അക്കൗണ്ട്സ് എടുത്തുന്നു. മാത്സ് ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും ഒക്കെ അടിപൊളി ക്ലാസ് ആയിരുന്നു ഇവിടുത്തെ. മെയിനായിട്ട് എൻ്റെ ഒരു ഇത് നോക്കുമ്പോൾ ലോ ആണ് എനിക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ട് തോന്നിയത്. അബൂബക്കർ സാറിൻ്റെ മോട്ടിവേഷൻ ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. ഇവിടുത്തെ ഇപ്പോൾ ഒരു എക്സാം എഴുതാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഭയങ്കര ഹോപ്പുണ്ട്, ഞാൻ പാസ്സാവും എന്നുള്ള ഒരു ഹോപ്പുണ്ട്. അപ്പോൾ എന്താ പറയുക, ഞാൻ ആക്ച്വലി ബാക്കിയുള്ള എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നത് ഇവിടെ സൈലത്തിൻ്റെ ഈ ക്ലാസ്സിലേക്ക് വരണം, ഇവിടെ ഇൻ്റർമീഡിയറ്റ് ആവണം. എനിക്കാണെങ്കിലും ഇപ്പോൾ എന്താ പറയുക, ഇൻ്റർമീഡിയറ്റ് ഇവിടെ തന്നെ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. എന്തായാലും പാസ്സാവട്ടെ എന്ന് വിശ്വസിക്കുന്നു.